വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. മിസ്റ്റർ ബാഡ് എന്ന ഡ്രാമയുടെ 5ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ സ്റ്റോർ റൂം ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന നാൻസിങ്ങിൻ്റെ അടുത്തെത്തിയ ജിയോ അവളെ അന്വേഷിച്ചൊരു സുന്ദരൻ വന്നിട്ടുണ്ട്, അയൽക്കാരനാണെന്നാണ് പറഞ്ഞത് എന്നറിയിക്കുന്നു. ഇത്ര സുന്ദരനായ ഒരു അയൽക്കാരനുള്ള കാര്യം ഇതുവരെ പറഞ്ഞില്ലല്ലോ എന്ന് ജിയോ ചോദിച്ചു തുടങ്ങിയപ്പോഴേക്കും നാൻസിങ് പുറത്തേക്ക് ഇറങ്ങി ഓടുന്നുണ്ട്. റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യുകയായിരുന്ന ഷൗദി അവളെ ഫുഡ് കഴിക്കാനാണെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോകുന്നു. പക്ഷെ അവനെ അവളെയും കൊണ്ടുപോയത് ഒരു ഷോപ്പിംഗ് മാളിലേക്കാണ്. ഭക്ഷണം കഴിക്കാൻ എന്തിനാണ് ഇവിടെ വരുന്നതെന്ന് നാൻസിങ് ചോദിക്കുന്നുണ്ടെങ്കിലും അതിന് മറുപടി പറയാതെ അവൻ അവളെ ഒരു ബൊട്ടിക്കിനുള്ളിലേക്ക് എത്തിക്കുന്നു. അവിടുത്തെ സ്റ്റാഫിനോട് നേരത്തെ എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നതിനാലാവണം അവരെ കണ്ടപ്പോഴേ അവർ വന്ന് നാൻസിങ്ങിനെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അവൾക്കൊരു മേക്ക് ഓവർ നൽകുകയാണ് അവൻ്റെ ലക്ഷ്യം. അവൻ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്ന പോലുള്ള ഒരു ഡ്രസ്സ് അവർ അവളെ ട്രൈ ചെയ്യിക്കുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഡ്രസ്സൊന്നും വിട്ട് ശീലമില്ലാത്തതിനാൽ അവൾ ട്രയൽ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും മടിച്ച് അവനെ അങ്ങോട്ടേക്ക് വിളിപ്പിക്കുന്നു. എനിക്കിതൊന്നും വിട്ട് ശീലമില്ല, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് അവൾ ചോദിച്ചെങ്കിലും അവൻ നിർബന്ധിച്ച് അവളെ പുറത്തിറക്കുന്നു. ഒരു ജോഡി ഹൈ ഹീൽസും നിർബന്ധിച്ച് ധരിപ്പിക്കുന്നുണ്ട്. അത്രയൊക്കെ ചെയ്തിട്ടും എന്തോ കുറവുള്ളതുപോലെ അവന് തോന്നുന്നു. അവിടെ ഡിസ്പ്ലേ വെച്ചിരുന്ന പ്രതിമ കണ്ടപ്പോഴാണ് അത് എന്താണെന്ന് അവന് മനസ്സിലായത്. അതിൻ്റെ തലയിലിരുന്ന പോലെയുള്ള നീളൽ മുടിയുടെ ഒരു വിഗും അവൻ അവളെ കൊണ്ട് ധരിപ്പിക്കുന്നു. ഒന്ന് ഭക്ഷണം കഴിക്കാൻ പോകുന്നതിന് ഇത്രയൊക്കെ ആഡംബരത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് അവൾ ചോദിക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും മറുപടി പറയാതെ മുന്തിയ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് അവൻ അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. സ്ഥലമെത്തിയപ്പോൾ അവളോട് തനിച്ചകത്തേക്ക് കയറിപ്പോകാൻ അവൻ പറയുന്നു. മുന്നോട്ട് നടന്ന നാൻസിങ്ങിനെ ഓരോ റൂമിൻ്റെയും ഇരുവശത്തിലെ ഇരിക്കുന്നവർ വിഷ് ചെയ്യുകയും എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെല്ലാൻ തുടങ്ങുകയും ചെയ്യുന്ന കണ്ട് അവൾ കാര്യം മനസ്സിലാക്കാതെ പേടിച്ച് തിരിഞ്ഞ് അവൻ്റെ അടുത്തേക്ക് ഓടുന്നു. അപ്പോഴാണ് അവൻ അവളുടെ പേര് ഒരു ബ്ലൈൻഡ് ഡേറ്റ് ആപ്പിൽ രജിസ്റ്റർ ചെയ്തിരുന്നുവെന്നും അതുവഴി അവളെ മീറ്റ് ചെയ്യാനായി വന്നവരാണ് അവിടെ ഇരിക്കുന്നതെന്നും അവൾ അറിയുന്നത്. ആപ്പിൽ രജിസ്റ്റർ ചെയ്ത ഫോട്ടോയും അവൻ അവൾക്ക് കാണിച്ചു കൊടുക്കുന്നു. അവളുടെ നല്ല ഫോട്ടോസൊന്നും ഇല്ലാത്തതിനാൽ കാശ് കൊടുത്ത് ആരെയെ കൊണ്ട് എഡിറ്റ് ചെയ്ത ഫോട്ടോയാണ് അവൻ അപ്ലോഡ് ചെയ്തിരുന്നത്. അതുകൊണ്ട് നാൻസിങ്ങിൻ്റെ കണ്ണ് തള്ളുന്നു. എൻ്റെ അമ്മ പോലും ഇത് കണ്ടാൽ എന്നെ തിരിച്ചറിയില്ല എന്ന് അവൾ പറയുന്നുണ്ട്. അതുമാത്രമല്ല, എന്നെ ഈ പണിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ് അവൾ അപ്പോൾ തന്നെ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. നീ പോകുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ എൻ്റെ യഥാർത്ഥ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് ഞാനിപ്പോൾ നിൻ്റെ അമ്മയോട് പറഞ്ഞു കൊടുക്കും എന്നവൻ പുറകിൽ നിന്ന് ഭീഷണി മുടക്കിയപ്പോൾ അവൾക്ക് തിരിച്ചു വരേണ്ടി വരുന്നു. മിസ് എയ്ക്ക് അന്ന് ഓഫീസിൽ ഒരുപാട് ജോലി ബാക്കിയുണ്ടായിരുന്നതിനാൽ ഓഫീസ് ടൈം കഴിഞ്ഞിട്ടും അവൾക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല. അവളുമായി കാണാമെന്ന് ബോയ് ഫ്രണ്ട് ഏറ്റിരുന്നതിനാൽ അവൻ അവളെ അന്വേഷിച്ച് ഡിന്നറുമായി ഓഫീസിലേക്ക് ചെല്ലുന്നു. പക്ഷേ അവനെത്തി ഒരുപാട് സമയം വെയിറ്റ് ചെയ്തിട്ടും അവൾക്ക് ജോലി തിരക്കിൽ നിന്നും മാറാൻ കഴിയുന്നില്ല. അവസാനം അവൻ നിർബന്ധിച്ച് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് കഴിക്കാൻ കൊണ്ടുപോകുന്നുണ്ട്. ഷാവോദി നാൻസിങ്ങിന് വേണ്ടി കണ്ടെത്തിയ ബോയ് ഫ്രണ്ട്സിനെ ഓരോരുത്തരായി നാൻസിങ് ഒരറ്റത്ത് നിന്ന് മീറ്റ് ചെയ്ത് തുടങ്ങുന്നു. ഓരോരുത്തരുടെ മുന്നിൽ ചെല്ലുമ്പോഴും അവളുടെ ക്ഷമ നശിക്കുന്നുണ്ടെങ്കിലും വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അവൾ സഹിച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് അവളെ ഏതെങ്കിലും ഒരെണ്ണം സെറ്റാക്കും എന്നുള്ള പ്രതീക്ഷയിൽ അവൻ അവളെ നിരീക്ഷിച്ചുകൊണ്ട് അവിടെ തന്നെയുണ്ട്. അവസാനം ക്ഷമ നശിച്ച അവൾ ഞാൻ ഇതുവരെ ഡേറ്റ് ചെയ്തിട്ടില്ല എന്ന് കരുതി ഏതെങ്കിലും ഒരുത്തിനെ എൻ്റെ തലയിൽ പിടിച്ചു വയ്ക്കാമെന്ന് വിചാരിക്കരുതെന്ന് പറഞ്ഞ് അവന് മെസ്സേജ് അയക്കുന്നുണ്ട്. ആ സമയത്താണ് സീഷൻ സ്ക്രിപ്റ്റ് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് അതെടുക്കാനായി വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞ് എയ്ക്ക് മെസ്സേജ് അയച്ചത്. അവൾ ഉടൻ തന്നെ നാൻസിങ്ങിനെ ഫോൺ ചെയ്ത് അവൻ്റെ വീട്ടിൽ പോയി അത് വാങ്ങി കമ്പനിയിൽ എത്തിക്കാൻ പറയുന്നു. സീഷൻ്റെ അഡ്രസ്സും അവൾ അയച്ചു കൊടുക്കുന്നു. എസ്കേപ്പ് ആകാൻ എന്തെങ്കിലും വഴി കിട്ടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നാൻസിങ് അത് കേട്ടതും അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നു. ഷാവതി പുറകെ ചെന്ന് അവളെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചെങ്കിലും അവൾ കാര്യം പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അയച്ചു കൊടുത്ത അഡ്രസ്സിൽ അവളെത്തി കോളിംബെൽ അടിച്ചെങ്കിലും ആരും വാതിൽ തുറക്കുന്നില്ല. അങ്ങനെ സംഭവിക്കുമെന്ന് എനിക്കും അറിയാതിരുന്നതിനാൽ ഡോറിൻ്റെ പാസ്വേഡും അവൾ നാൻസിങ്ങിന് അയച്ചു കൊടുത്തിരുന്നു. വാതിൽ തുറന്ന് അകത്ത് കയറി അവൾ കുറേ തവണ വിളിച്ചെങ്കിലും ആരും അങ്ങോട്ടേക്ക് ഇറങ്ങി വരാത്തതിനാൽ അവൾ അവനെ തിരിഞ്ഞ് അകത്തേക്ക് പോകുന്നു. ലൈറ്റ് കണ്ടൊരു മുറിയിൽ ചെന്നപ്പോൾ അതാണ് അവൻ്റെ റൈറ്റിംഗ് റൂം എന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ട്. അവിടെ മേശപ്പുറത്ത് സ്ക്രിപ്റ്റും ഇരിപ്പുണ്ടായിരുന്നു. ഈ സ്ക്രിപ്റ്റ് കൈകൊണ്ട് തൊട്ട ആദ്യത്തെ പുറത്തുനിന്നുള്ള ആൾ ഞാനാണെന്ന് ഫാൻസ് അറിഞ്ഞാൽ എന്തായിരിക്കും പ്രതികരണം എന്നൊക്കെ ചിന്തിച്ച് സന്തോഷത്തോടെ അവൾ സ്ക്രിപ്റ്റും എടുത്ത് തിരികെ പോകാനായി ഇറങ്ങിയപ്പോഴാണ് ലൈറ്റ് കിടക്കുന്ന കണ്ട് അബദ്ധത്തിൽ അവളുടെ ശ്രദ്ധ ബാത്റൂമിലേക്ക് ചെന്നത്. അവിടെ ബാത്ടബിൽ സീഷൻ ബോധമില്ലാതെ കിടക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ ശരീരത്തിലും തറയിൽ രക്തം ഒഴുകി വീണതിൻ്റെ അടയാളങ്ങളുമുണ്ട്. പേടിച്ച് നിലവിളിച്ച നാൻസിങ് സഹായത്തിനായി ഷാവതിയെ വിളിച്ച് ഉറക്കെ കരയുന്നു. ഹോട്ടലിലിരിക്കായിരുന്ന അവൻ വിളി കേൾക്കുന്നുണ്ട്. ഉടൻ തന്നെ അവൻ അവളുടെ അടുത്ത് എത്തുകയും ചെയ്യുന്നു. അവനെ കണ്ടതും അവൾ വിവരം പറയുന്നു. അവൻ സീഷൻ്റെ അടുത്ത് നിന്ന് പൾസ് പരിശോധിച്ച ശേഷം അവൻ മരിച്ചിട്ടില്ല എന്ന് അറിയിക്കുന്നു. ഷവർജല്ലായിരുന്നു അവൻ്റെ ദേഹത്തും തറയിലുമൊക്കെ വീണ് കിടന്നിരുന്നത് എന്ന് പിന്നീടാണ് അവൾ അറിയുന്നത്. ഷാവതി അവൻ്റെ അടുത്ത് മുറിയിൽ കൊണ്ട് കിടത്തുന്നുണ്ട്. ഓവറായി ജോലി ചെയ്തതിൻ്റെ ക്ഷീണം മാത്രമേ ഉള്ളൂ, അല്ലാതെ പ്രശ്നമൊന്നുമില്ല. ചെറിയൊരു അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഇത് ശരിയാക്കാവുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവനൊരു സൂചി കൊണ്ട് സീഷൻ്റെ കയ്യിലൊന്ന് കുത്തുന്നു. അതോടെ അവന് ബോധം വീഴുന്നുണ്ട്. സീഷൻ ഷാവതിയെ കണ്ട് ആരാണതെന്നും നാൻസിങ് എന്തിനാണ് വന്നതെന്നും ചോദിക്കുന്നു. അവനെ കാണുമ്പോൾ എപ്പോഴും ഉള്ളതുപോലെ മരവിച്ച് അവൾ നിൽക്കുകയാണ്. മര്യാദയ്ക്കൊരു മറുപടിയും പറയാൻ കഴിയുന്നില്ല. ഒരുമാതിരി അട്ടഹസിച്ച് വല്ലാത്ത രീതിയിലാണ് അവൻ ചോദിച്ചതിനൊക്കെ മറുപടി പറഞ്ഞത്. ഷാവോദി അത് കണ്ട് ആകെ അമ്പരന്ന് എന്താണ് സംഭവമെന്ന് രഹസ്യമായി ചോദിക്കുന്നുണ്ടെങ്കിലും അവൾ മറുപടി പറയുന്നില്ല. ഫ്രിഡ്ജിലിരിക്കുന്ന ഫുഡ് എടുത്തുകൊണ്ടുവരാൻ സീഷൻ പറഞ്ഞപ്പോഴും അവൾക്ക് അവൻ്റെ സഹായം തേടേണ്ടി വരുന്നു. ഇഷ്ടത്തോടെ അല്ലെങ്കിലും അവൻ ഫുഡ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അവനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിന് മറുപടി പറഞ്ഞതും അവൻ തന്നെയാണ്. പോകാൻ ഇറങ്ങിയപ്പോൾ വെച്ചാണ് നാൻസിങ് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. ഇടയ്ക്ക് വീഴാൻ തുടങ്ങി അവനെ പിടിക്കുന്നുമുണ്ട്. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ അവളുടെ പെരുമാറ്റത്തിന് കാരണം എന്താണെന്ന് അവൻ തിരക്കുന്നു. എന്താണെന്ന് അറിയില്ല, അവനെ കണ്ടു കഴിയുമ്പോൾ ഇങ്ങനെയാണ് എന്നൊക്കെ അവൾ പറഞ്ഞപ്പോൾ അവൾക്ക് അവനോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുന്നതെന്ന് അവൻ വിധി എഴുതുന്നു. ഇക്കാര്യം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നിനക്ക് ബോയ് ഫ്രണ്ടിനെ തിരക്കി ഞാൻ ഇങ്ങനെ നടക്കേണ്ടി വരില്ലായിരുന്നു.
ഇനിയിപ്പോൾ നിങ്ങളെ തമ്മിൽ ഒരുമിപ്പിക്കാൻ വേണ്ടത് ചെയ്താൽ മതി എന്നവൻ പറഞ്ഞപ്പോൾ എനിക്ക് നീ പറയുന്ന പോലെയുള്ള ഒരു ഇഷ്ടമല്ല അദ്ദേഹത്തോടുള്ളത്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിച്ചുള്ള ആരാധനയാണെന്നൊക്കെ അവൾ പറയുന്നു. അവൻ പക്ഷേ അത് അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നില്ല. നിനക്ക് ആരോടും ഇഷ്ടം തോന്നാത്തത് കൊണ്ടല്ല ഇത്ര നാൾ നിനക്ക് സിംഗിളായിരിക്കേണ്ടി വന്നത്. ഇഷ്ടം തുറന്നു പറയാനോ അതിനുവേണ്ടി മുൻകൈ എടുക്കാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ടാണ് എന്നവൻ പറയുന്നു. ഞാൻ ശ്രമിച്ചു നോക്കിയല്ല, അപ്പോൾ നിനക്ക് എന്നോട് ഇഷ്ടം തോന്നുമോ? എങ്കിൽ പിന്നെ അത് പരീക്ഷ അറിഞ്ഞിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞ് നാൻസിങ് കയ്യിലിരുന്നതൊക്കെ മാറ്റി വെച്ചിട്ട് വളരെ റൊമാൻറ്റിക്കായി നോക്കിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവനെ ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി മുഖമടിപ്പിച്ചിട്ട് ഞാൻ ഇങ്ങനെ വന്നാൽ നിനക്ക് എന്നോട് ഇഷ്ടം തോന്നുമോ എന്ന് ചോദിക്കുന്നു. അവനൊന്നും പറയാൻ നിൽക്കുന്ന കണ്ട് നടക്കില്ല എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് അവൾ പിന്മാറുന്നുണ്ട്. സത്യത്തിൽ അവൾ അടുത്തേക്ക് വന്നപ്പോൾ മുതൽ അവൻ്റെ നെഞ്ചിരിപ്പ് ശരിക്കും കൂടിയിരുന്നു. പക്ഷെ അത് പുറത്ത് കാണിക്കാതെ അവൻ വേഗം അവിടുന്ന് പുറത്തേക്കിറങ്ങി നടക്കുന്നു. വീട്ടിലേക്ക് നടക്കുമ്പോഴും അതിനെക്കുറിച്ച് തന്നെയായിരുന്നു അവൻ്റെ ചിന്ത. എനിക്കിത് എന്ത് പറ്റിയതാണ്? ഞാൻ ശരിക്കും അവളെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയോ? അതിനൊരു സാധ്യതയുമില്ലല്ലോ എന്നൊക്കെ അവൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അവർ ഒരുമിച്ച് വരുന്നത് ജനലിനടുത്ത് നിന്ന് ചെയ്യുകയായിരുന്ന അമ്മ കാണുന്നുണ്ട്. അവർ കാണാതിരിക്കാൻ അമ്മ വേഗം കർട്ടന് പിന്നിൽ ഒളിച്ചു നിൽക്കുന്നു. എന്നിട്ട് എന്തോ എടുക്കാനായി അകത്തേക്ക് ഓടുന്നുണ്ട്. ഇന്ന് ഒപ്പിച്ചതുപോലെയുള്ള ബ്ലൈൻഡ് ഡേറ്റ് ഒന്നും ഇനി അറേഞ്ച് ചെയ്യരുത് എന്ന് നാൻസി അവനോട് റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഇനി അതിൻ്റെ ആവശ്യമില്ല, നിനക്ക് വേണ്ടി നിൻ്റെ ബോസിനെ വെച്ച് ഞാൻ വേറെ പ്ലാൻ റെഡിയാക്കുന്നുണ്ട്. അവരെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായി അവനെഴുതിയ കുറേ പുസ്തകങ്ങൾ എനിക്കൊന്ന് വായിക്കാൻ തരണം. നിൻ്റെ കയ്യിൽ എന്തായാലും ഉണ്ടാകുമല്ലോ എന്നവൻ പറയുന്നു. പുസ്തകങ്ങൾ തരണമെങ്കിൽ ഇനി ഇതുപോലെ ബ്ലൈൻഡ് ഡേറ്റ് അറേഞ്ച് ചെയ്യില്ല എന്ന് ഉറപ്പ് തരണം എന്നവൾ ആവശ്യപ്പെട്ടത് അവൻ അംഗീകരിച്ചു കൊടുക്കുന്നു. ഡ്രസ്സ് തിരികെ കൊടുത്ത് റീഫണ്ട് വാങ്ങിക്കട്ടെ എന്ന് നാൻസിങ് ചോദിച്ചപ്പോൾ ഇഷ്ടമുള്ളതുപോലെ എന്ത് വേണമെങ്കിലും ചെയ്തോളാൻ അവൻ പറയുന്നു. അമ്മ ഈ സമയം ഒരു ബൈനോക്കുലർ എടുത്തുകൊണ്ട് വന്ന് അതിലൂടെ അവരെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയായിരുന്നു. നാൻസിങ് നല്ലൊരു ഡ്രസ്സ് ധരിച്ചിരിക്കുന്നതും അവർ ഒരുമിച്ച് വീട്ടിലേക്ക് വരുന്നതുമൊക്കെ കണ്ടപ്പോൾ എൻ്റെ സ്വപ്നം സത്യമാകാൻ പോവുകയാണെന്ന് അവർ സന്തോഷത്തോടെ വിചാരിക്കുന്നുണ്ട്. നാൻസിങ് മുറിയിലെത്തി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത ശേഷം മൂക്കിലെ രോമം കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നിടയിൽ അവൻ സിറ്റൗട്ടിൽ നിന്നൊരു ഫോട്ടോ എടുത്ത് അവളുടെ ഫോണിൽ അയച്ചു കൊടുക്കുന്നു. അവനോട് നിൽപ്പുണ്ടെന്ന് മനസ്സിലാകുന്നതിനാൽ അവൾ വേഗം അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നു. മൂക്കിലെ രോമം ട്രിം ചെയ്ത് കഴിഞ്ഞു എന്നവൻ ചോദിച്ചപ്പോൾ അവൾ നാണക്കേട് കൊണ്ട് മൂക്ക് പൊത്തി പിടിക്കുന്നുണ്ട്. കഴിഞ്ഞെങ്കിൽ സീഷൻ്റെ ബുക്ക് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അവൻ തിരിച്ചു കയറി പോകുന്നു. എൻ്റെ മൂക്കിൽ രോമമൊന്നുമില്ല എന്ന് അവൾ പുറകിൽ നിന്ന് വിളിച്ചു പറയുന്നു. കയ്യിലുണ്ടായിരുന്ന സീഷൻ്റെ ബുക്സുമായി അവൾ അവൻ്റെ മുറിയിലെത്തുന്നു. നാൻസിങ് നിധി പോലെ സൂക്ഷിച്ചിരുന്ന ബുക്സാണത്. ഇങ്ങനെയൊരു സാഹചര്യം ആയതുകൊണ്ട് മാത്രമാണ് അവൾ അത് അവന് നോക്കാൻ നൽകുന്നത്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടാണ് അവൾ അത് അവനെ ഏൽപ്പിച്ചത്. മാത്രമല്ല അവൻ അതിൻ്റെ അടുത്തിരുന്ന് വെള്ളം കുടിക്കാൻ തുടങ്ങിയപ്പോൾ അതിൽ ഒരു തുള്ളി വെള്ളം പോലും വീഴിക്കരുതെന്ന് പറഞ്ഞ് അവൾ ഭയങ്കരമായി കെയർ ചെയ്യുന്നുണ്ട്. അവനതൊക്കെ കണ്ടപ്പോൾ ചിരിയാണ് വന്നത്. പിന്നെയും ബുക്കിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ കാണിച്ചവൾ അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ നീ ഇന്ന് തിരിച്ചു പോകുന്നില്ലേ, ഇവിടെയാണോ ഉറങ്ങുന്നതെന്ന് അവൻ ചോദിക്കുന്നു. അതോടെ അവൾ പതുക്കെ സ്ഥലം വിടുന്നുണ്ട്. അവൾ തിരികെ വീട്ടിലെത്തിയപ്പോൾ നീ ഇന്നപ്പം എവിടെ പോയതായിരുന്നു എന്ന് ചോദിച്ച അമ്മ അവളുടെ പുറകെ കൂടുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോയതേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറാൻ നോക്കിയപ്പോൾ എങ്കിൽ പിന്നെ നീ എന്തിനാണ് ഇത്ര വില കൂടിയ ഡ്രസ്സ് വാങ്ങിയതെന്ന് അമ്മ ചോദിക്കുന്നു. അവളെ തിരികെ വാങ്ങി വെച്ചിട്ട് വെറുതെ അമ്മ ആവശ്യമില്ലാത്തൊന്നും ചിന്തിച്ചു കൂട്ടണ്ട. ഞങ്ങൾ എന്തായാലും ഒരുമിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അതുമാത്രമല്ല സീഷൻ്റെ ബുക്സ് നീ ഇന്ന് വരെ ഞാനും തൊടാൻ പോലും സമ്മതിച്ചിട്ടില്ല, എന്നിട്ടിപ്പോൾ ഒരു കുഴപ്പമില്ലാതെ അതെല്ലാം അവൻ എടുത്തുകൊണ്ട് കൊടുക്കുന്നത് കണ്ടല്ലോ എന്ന് അമ്മ ചോദിക്കുന്നു. ഞാൻ മനസ്സോടെ കൊടുത്തതല്ല, എനിക്ക് വേറെ വഴിയില്ലായിരുന്നു എന്ന് അവൾ പറഞ്ഞപ്പോൾ അമ്മ പിന്നെയും എന്താ ചോദിക്കാൻ തുടങ്ങിയെങ്കിലും സമയം ഒരുപാടായി, പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞ് അവൾ അമ്മയെ പറഞ്ഞയക്കുന്നുണ്ട്. വീക്കെൻഡ് ആയിരുന്നില്ല അടുത്ത ദിവസം അമ്മ പുറത്തുപോയി ലഞ്ചിനുള്ള സാധനങ്ങൾ വാങ്ങി വന്നപ്പോൾ നാൻസിങ് ആ ഡ്രസ്സ് തിരികെ കൊടുക്കാൻ പോകാനായി റെഡിയാവുകയായിരുന്നു. നിനക്കിത് നന്നായി ഇണങ്ങുമല്ലോ, പിന്നെ എന്തിനാണ് തിരികെ കൊടുക്കുന്നതെന്ന് അമ്മ ചോദിച്ചപ്പോൾ എനിക്ക് തൊട്ടും ചേരില്ല എന്ന് പറഞ്ഞ് അവൾ അത് തിരികെ വാങ്ങുന്നു. അവൾ ഷാവതിക്കൊപ്പമാണ് പോകുന്നതെന്നാണ് അമ്മ കരുതിയത്. സിസിക്കൊപ്പമാണ് പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ അമ്മ കുറച്ച് നിരാശയാകുന്നു. അപ്പോഴാണ് അവൻ അവളെ ഫോൺ ചെയ്ത് മുറിയിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെട്ടത്. അവൾ അവൻ്റെ കൂടെ അല്ല പോകുന്നതെന്ന് കള്ളം പറഞ്ഞതാണെന്നാണ് അമ്മ കരുതി. കള്ളമല്ല എന്ന് നാൻസിങ് വീണ്ടും പറഞ്ഞപ്പോഴും അമ്മ പൂർണ്ണമായും അത് വിശ്വസിക്കുന്നില്ല. അവൾ ചെല്ലുമ്പോൾ രാത്രി മുഴുവൻ കുത്തിയിരുന്ന അവൻ്റെ ബുക്കുകൾ വായിച്ചതിൽ നിന്ന് കിട്ടിയ വിവരങ്ങളെല്ലാം ഒരു ബോർഡിൽ അവൻ ചാർട്ട് പോലെ റെഡിയാക്കിയിരുന്നു. സീഷൻ്റെ കഥകളിലെ നായിക സുയുവിനെ പോലെയുള്ള സ്ത്രീകളെയാണ് അവനിഷ്ടം എന്നും അവന് മനസ്സിലാക്കിയിരുന്നു. മാത്രമല്ല മനസ്സിലാക്കിയ വിവരങ്ങൾ വെച്ച് സീഷനെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു പെണ്ണിൻ്റെ രൂപവും വരച്ചിരുന്നു. ഏകദേശം മിസ് എ പോലെ ഉണ്ടായിരുന്നു അവൻ വരച്ച രൂപം. ആ ചിത്രവും അവളും തമ്മിൽ യാതൊരു സാമ്യവും വഴിയിൽ കൂടി പോയിട്ടില്ലാത്തതിനാൽ അവൾ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് അതുപോലെ ആവേണ്ടി വരുമെന്ന് അവൻ പറയുന്നു. എനിക്ക് ബോസിനെ ബോയ് ഫ്രണ്ടായി കാണാൻ താല്പര്യമില്ല, അദ്ദേഹത്തോട് എനിക്ക് ആരാധന മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ നിന്നോട് പലതവണ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് നാൻസിങ് അവിടെ നിന്ന് പോകുന്നു. സിസിക്കൊപ്പം പോയി അവൾ ആ ഡ്രസ്സ് തിരികെ കൊടുത്ത് റീഫണ്ട് വാങ്ങുന്നുണ്ട്. അത്ര വില കൂടിയ ഡ്രസ്സ് അവൾ സ്വന്തമായി വാങ്ങാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ഷാവതി വാങ്ങിക്കൊടുത്തു തന്നെ ആയിരിക്കുമെന്ന് സിസി ഊഹിക്കുന്നുണ്ട്. അത് തിരികെ കൊടുത്തത് അവനുമായി ബ്രേക്കപ്പ് ആയതുകൊണ്ടാണോ എന്നവൾ ചോദിക്കുന്നു. ബ്രേക്കപ്പ് ആകാൻ ഞങ്ങൾക്കിടയിൽ റിലേഷനൊന്നുമില്ല, ഒരു റിലേഷനിൽ പെടാനുള്ള മൂഡിലല്ല ഞാനിപ്പോൾ. ജോലിയുടെ കാര്യം ആകെ പരുങ്ങലിലാണ്, ബോസ് മിക്കവാറും എന്നെ പറഞ്ഞു വിടാൻ സാധ്യതയുണ്ടെന്ന് അവൾ വിഷമത്തോടെ പറയുന്നു. നാൻസിങ് അവൾക്കൊരു മീൽ വാങ്ങിക്കൊടുക്കാൻ കൊണ്ടുപോകുന്നുണ്ട്. നാൻസിങ്ങിനെയും ബോസിനെയും ഒരുമിപ്പിക്കാൻ എവിടെ നിന്ന് തുടങ്ങണമെന്ന് ഷാവതി ചാറ്റിൽ നോക്കി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നാൻസിങ്ങിൻ്റെ അമ്മ വാതിലിൽ മുട്ടിയത്. അവൻ വേഗം ബോർഡ് അവർ കാണാത്ത വിധത്തിൽ ഒളിപ്പിച്ചു വെച്ച് വാതിൽ തുറക്കുന്നു. അവനും കൂടി കുറച്ച് ഫുഡ് റെഡിയാക്കി അവിടെ ഇരുന്ന് കഴിക്കാനാണ് അവർ വന്നത്. കൂട്ടത്തിൽ അവനും നാൻസിങ്ങും തമ്മിൽ വല്ല ബന്ധവുമുണ്ടോ എന്നറിയാൻ ശ്രമിക്കുന്നുണ്ട്. ഡേറ്റിംഗ് ഏജന്റായ അവൻ നാൻസിങ്ങിന് പറ്റിയ ഒരാളെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞപ്പോൾ അവർ തമ്മിൽ താൻ വിചാരിക്കുന്ന പോലെ ഒരു ബന്ധവുമില്ല എന്ന് അമ്മയ്ക്ക് മനസ്സിലാകുന്നു.
സംസാരിക്കുന്നതിനിടയിൽ അവളുടെ ചേട്ടനെ പറ്റി അവൻ ചോദിച്ചപ്പോൾ അമ്മ അവരുടെ കുടുംബത്തെക്കുറിച്ച് അവനോട് വിശദമായി പറയുന്നുണ്ട്. അവർ ശരിക്കും അവളുടെ യഥാർത്ഥ അമ്മയല്ല. അവനിപ്പോൾ താമസിക്കുന്ന വീട് ശരിക്കും നാൻസിങ്ങിൻ്റേതാണ്. അവളും അച്ഛനും കൂടിയാണ് അവിടെ താമസിച്ചിരുന്നത്. അമ്മയും അവരുടെ മകനും കൂടി അവർ ഇപ്പോൾ താമസിക്കുന്ന എതിർവശത്തെ ഫ്ലാറ്റിലും. 10-15 വർഷങ്ങളിൽ കൂടുതൽ അവർ നല്ല അയൽക്കാരായി താമസിച്ചു. അതിനിടയിൽ നാൻസിങ്ങിൻ്റെ അച്ഛനും ഈ അമ്മയും കൂടി ഒരു റിലേഷനിലാവുകയും ചെയ്തു. അത് ഒഫീഷ്യലായി ഉറപ്പിക്കുന്നതിന് മുമ്പെയാണ് അവർ 3 പേരും കൂടി ഒരു ഫയർ ആക്സിഡൻറ്റിൽ പെട്ടത്. ആ അപകടത്തിൽ അവളുടെ അച്ഛനും അവരുടെ മകനും കൊല്ലപ്പെട്ടു. അന്നു മുതൽ അവർ നാൻസിങ്ങിൻ്റെ സ്വന്തം അമ്മയായി അവളെ നോക്കുകയാണ്. എനിക്ക് മകളായി അവളെയെങ്കിലും ദൈവം ബാക്കി വെച്ചിരുന്നത് മഹാഭാഗ്യമായാണ് ഞാൻ കരുതുന്നത് എന്നവർ അവനോട് പറയുന്നു. ആ സംഭവത്തിന് ശേഷം ഇവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ്. നാൻസിങ് ഇവിടെ താമസിക്കാൻ ആരെയും അനുവദിച്ചിട്ടില്ല. അവൾ നിന്നെ ഇവിടെ താമസിക്കാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നീ അവൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് എന്നും അമ്മ അവനോട് പറയുന്നുണ്ട്. അമ്മ പോയി കഴിഞ്ഞും അവൻ്റെ മനസ്സിൽ അതുതന്നെയായിരുന്നു ചിന്ത. അറിയാതെ അവളുടെ മുഖം അവൻ്റെ മനസ്സിലേക്ക് വന്നു പോകുന്നു. അവളെക്കൊണ്ട് വലിയ ശല്യമായല്ലോ എന്ന് പറഞ്ഞ് അവൻ മുറിയിൽ നിന്ന് എഴുന്നേറ്റ് ഹാളിലേക്ക് വന്നപ്പോഴാണ് വാതിലിനപ്പുറത്ത് നാൻസിങ്ങിൻ്റെ ശബ്ദം കേട്ടത്. ഡോറിലെ ഹോളിലൂടെ നോക്കിയപ്പോൾ റീഫണ്ട് കിട്ടിയ ക്യാഷ് അവനെ എങ്ങനെ തിരിച്ചേൽപ്പിക്കണമെന്ന് വാതിലിന് മുന്നിൽ നിന്ന് അവൾ റിഹേഴ്സൽ നടത്തുന്നതാണ് കണ്ടത്. നോർമലായും വിനയത്തോടെയും ദേഷ്യത്തോടെയും ഒക്കെ അവൾ പറഞ്ഞു നോക്കുന്നുണ്ട്. റിഹേഴ്സലിനിടയിൽ തന്നെ അവൻ വാതിൽ തുറന്ന് അവളുടെ കയ്യിൽ നിന്ന് ക്യാഷ് പിടിച്ച് വാങ്ങുന്നുണ്ട്. ഇത്ര നേരം നടത്തിയ റിഹേഴ്സലൊക്കെ വേസ്റ്റായി പോയതിൽ നാൻസിങ്ങിന് നിരാശ തോന്നുന്നു. അമ്മ പറഞ്ഞതുപോലെ ഇവൾക്ക് ഞാൻ ശരിക്കും ഇമ്പോർട്ടൻ്റ് തന്നെയാണോ എന്ന് അവനും ഇവൻ പുതിയ എന്തെങ്കിലും പരിപാടി ഒപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണോ എന്ന് അവളും മനസ്സിൽ വിചാരിക്കുന്നു. ബോസുമായി അടുക്കാൻ പുതിയ പരിപാടിയൊന്നും പ്ലാൻ ചെയ്യരുതെന്ന് അവൾ പറഞ്ഞപ്പോൾ അതെന്താ നിനക്ക് വേറെ ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ എന്ന് അവൻ ചോദിക്കുന്നു. തൽക്കാലം അവനെ പിടിച്ചു നിർത്താൻ പറ്റിയ നല്ല റെഡി അവൾക്ക് തോന്നിയാൽ ഇഷ്ടമുണ്ട്. പക്ഷെ അത് തുറന്നു പറയാൻ എനിക്ക് നാണക്കേടാണ്. അതുകൊണ്ട് ഇനി നീ എനിക്ക് വേണ്ടി ബോയ് ഫ്രണ്ടിനെ തിരികെണ്ടെന്ന് കുറച്ച് നാണത്തോടെ പറഞ്ഞിട്ടാണ് അവൾ അവിടെ നിന്ന് പോയത്. അവൾ തൻ്റെ കാര്യമാണ് പറയുന്നത് എന്നാണ് അവൻ വിചാരിച്ചത്. ഞാനിതിനെപ്പറ്റി കുറച്ച് സീരിയസ് ആയി ഒന്ന് ആലോചിച്ച് പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അകത്തേക്ക് കയറി പോകുന്നു. നാൻസിങ് അവനെ പറ്റിയ സന്തോഷത്തോടെ വീട്ടിലെത്തി അമ്മയോടെന്തോ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും വാതിലിൽ മുട്ട് കേൾക്കുന്നു. അവൾ തന്നെ പോയി തുറന്നു നോക്കുന്നുണ്ട്. അവനാണെന്ന് കണ്ടപ്പോൾ അവൾ വാതിലടയ്ക്കാൻ തുടങ്ങിയെങ്കിലും അവൻ സമ്മതിക്കാതെ എൻ്റെ കൂടെ വരാൻ പറഞ്ഞ് അവളെ ബലമായി അവൻ്റെ റൂമിലേക്ക് കൊണ്ടുപോകുന്നു. അകത്ത് കയറി വാതിലടച്ച ശേഷം അവളെ ഭിത്തിക്കരികിലേക്ക് ചേർത്ത് നിർത്തി എന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും അവൾ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. ഷാബോദി വലിയ ഗമയിൽ നിനക്കെന്നെ ഇഷ്ടമാണല്ലേ, നിന്റെ ബോയ് ഫ്രണ്ട് ആക്കാൻ എനിക്ക് സമ്മതമാണെന്ന് അവളോട് പറയുന്നു. നാൻസിക്ക് അത് കേട്ട് ഞെട്ടി നിൽക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. നമ്മുടെ ഫാമിലിയിൽ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന അശ്വനിക്ക് കൊറിയൻ മല്ലൂസ് ഫാമിലിയുടെ ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. ഈ ഡ്രാമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഉറപ്പായും അറിയിക്കണം. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.